വാസ്തവത്തിൽ അമ്മായിപ്പൻ്റെയും മരുമോൻ്റെയും ഫോട്ടോ വെച്ച് ഈ മിനുസമുള്ള റോഡൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൈവേയുടെ ഈ പതനം ഉണ്ടായത്. നിർമ്മാണത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് പറ്റിയിട്ടുള്ള വീഴ്ചയുടെയും ക്രെഡിറ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ പേര് മാറ്റി പദ്ധതികൾ അടിച്ചു മാറ്റാൻ വീഴ്ചകളൊന്നും ഞങ്ങളുടെയല്ല, അതൊക്കെ മോദിയുടെയാണ്. റോഡൊക്കെ ഞങ്ങളുടെയാണെന്ന് പറയുന്നത് ഒരു അവസരവാദപരമാണ്, തട്ടിപ്പാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ദേശീയപാത വികസനത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വവും അതുകൂടാതെ ക്രെഡിറ്റും അടിച്ചു മാറ്റിയത് നമ്മുടെ സംസ്ഥാന സർക്കാരായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ അത് പെട്ടെന്ന് മാറിമറിയുന്നു. സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റേ വേണ്ട. കാരണം ഈ ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞ സാഹചര്യം ഉണ്ടായപ്പോൾ ഉത്തരവാദിത്വം മുഴുവനായും BJPയെ അടിച്ചേൽപ്പിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഇടിഞ്ഞ ക്രെഡിറ്റ് കേന്ദ്രത്തിന് കിടക്കട്ടെ എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJP നേതാവും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ ദേശീയപാത ഉദ്ഘാടന വേളയിൽ ഈ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ക്രെഡിറ്റ് എടുത്ത ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ ഫ്ലക്സ് ബോർഡുകൾ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുടെയും എല്ലാം തന്നെ ഫ്ലക്സ് ബോർഡുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം, ഈ ഇടിഞ്ഞു തകർന്നതിന് ശേഷം ആരും ക്രെഡിറ്റ് എടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി? എങ്ങനെ? അല്ല, ഈ സംഭവം ഒരു ദൗർഭാഗ്യകരമാണ്. വാസ്തവത്തിൽ അമ്മായിപ്പൻ്റെയും മരുമോൻ്റെയും ഫോട്ടോ വെച്ച് ഈ മിനുസമുള്ള റോഡൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൈവേയുടെ ഈ പതനം ഉണ്ടായത്. തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഈ നിർമ്മാണത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് പറ്റിയിട്ടുള്ള വീഴ്ചയുടെയും ക്രെഡിറ്റ് എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഹൈവേ അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ നിർമ്മാണ കമ്പനിയും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. കാരണം ഞാൻ ഇന്നലെ അതിൻ്റെ പ്രൊജക്റ്റ് മാനേജറായിട്ട് സംസാരിച്ചിരുന്നു. അവർ അവരുടെ ഈ റിസ്കി ടീം, എക്സ്പെർട്ട് ടീം വരികയാണ്. അവർ നിർമ്മാണത്തിൻ്റെ എല്ലാ സ്ഥലവും നോക്കി പരിശോധിച്ച് പൂർണ്ണമായിട്ടും അതിന് ഒരു പാകപ്പിഴവില്ലാതെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ പേര് മാറ്റി പദ്ധതികൾ അടിച്ചു മാറ്റാൻ ഇപ്പം ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടമായിട്ട് കണക്കാക്കുന്നത് പ്രധാനപ്പെട്ടത് റോഡാണ്. അപ്പോൾ ആ റോഡ് പണിഞ്ഞിട്ടുള്ളത്, അതിന് പൈസ കൊടുത്തിട്ടുള്ളത് 25% സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത്. ഇവർ പറയുന്നത് ഇന്ത്യയിൽ ആകെ കൊടുക്കുന്ന ഇവരാണ്. തെറ്റാണ്. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. ആ പൈസ പോലും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവരാദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ കൊടുത്തു, ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ വീഴ്ച വരുമ്പോൾ വീഴ്ച അംഗീകരിക്കണം. വീഴ്ചകളൊന്നും ഞങ്ങളുടെയല്ല, അതൊക്കെ മോദിയുടെയാണ്. റോഡൊക്കെ ഞങ്ങളുടെയാണെന്ന് പറയുന്നത് ഒരു അവസരവാദപരമാണ്, തട്ടിപ്പാണ്. അത് ജനങ്ങൾ പരമപുച്ഛത്തോടെ അതിനെ തള്ളും. ജനങ്ങൾ പണ്ടത്തെ മാതിരിയല്ല. ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. റോഡാരാ പണിഞ്ഞതെന്നും റോഡാരാ പണിയുന്നതെന്നും പണം ചിലവാക്കുന്ന ആരാണെന്നും ഒക്കെ നല്ല ബോധ്യമുണ്ട്. ആ ചില ഏരിയകളിലെ സോയിൽ ഡീസ്റ്റെബിലൈസേഷൻ നടന്നതാണ് ഇതിൻ്റെ പ്രശ്നം. സോയിൽ ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടായത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് എന്നോട് പ്രോജക്റ്റ് മാനേജർ പറഞ്ഞത്. എന്തായാലും അത് ദൗർഭാഗ്യകരമായ വിഷയമാണ്. അതിന് നിർമ്മാണ കമ്പനിയും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അതിഗംഭീരമായിട്ട് എല്ലാ പാകപ്പിഴവുകളും മാറ്റി അവർ ചെയ്യും. പക്ഷേ ഈ തട്ടിപ്പ് കമ്പനികൾ അമ്മായിപ്പൻ്റെയും മരുമോൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളുടെയാണെന്ന് പറയുന്നത് ജനങ്ങൾ അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കും. ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതൊക്കെ ആരുടെ ഒരു പരിധിയിൽ വരുന്നതാണ്? അല്ല, സ്ഥലം ഏറ്റെടുക്കുന്നത് എല്ലാ സ്ഥലത്തും സ്ഥലം ഏറ്റെടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിലൊരു വീഴ്ച സംഭവിച്ചു. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ റോഡും റെയിൽവേ ഒക്കെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുക. സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ട ചുമതല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയാണ്. അവരത് ചെയ്തു. ഹൈവേ പോകുമ്പോൾ ഹൈവേ വളഞ്ഞൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും അങ്ങനെ എടുത്തത്. അതെനിക്കറിയില്ല. ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്രത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമായി പറയുന്നത്. ഇന്നലെ മുതൽ ഇങ്ങനെയാണ് ചർച്ച. ഞാൻ പറഞ്ഞു, അതാണല്ലോ കേന്ദ്രത്തിൻ്റെ പദ്ധതി അടിച്ചു മാറ്റുക.
എന്നിട്ട് അത് കേരളത്തിൻ്റെ പേര് പറയുക. 2 കേന്ദ്രം കൊടുക്കുന്ന പൈസ മുഴുവൻ മേടിക്കുക, എന്നിട്ട് കേന്ദ്ര അവഗണനയാണെന്ന് പറയാം. കേന്ദ്രം കൊടുക്കാനുള്ള എല്ലാ പണവും ഒരു പൈസ പോലും ഇല്ലാതെ കൊടുത്തിട്ടും കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരാം. ഈ കുറ്റങ്ങൾ മുഴുവൻ ആരുടെയെങ്കിലും മെക്കെട്ട് വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. 10 വർഷത്തെ ബാക്കി പത്രം എന്ന് പറയുന്നത് കുറ്റങ്ങൾ മുഴുവൻ മറ്റൊരാളുടെ ചുമലിലും തൻ്റെ ചുമലിൽ വെക്കാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത ആളുകളാണ് ഇങ്ങനെ ചെയ്യുക. 10 വർഷം നഷ്ടപ്പെട്ട ഒരു ദശകം. അതാണ് വാസ്തവത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചത്. ആ നഷ്ടപ്പെട്ട ഒരു ദശകം കേരളത്തിലെ യുവാക്കൾക്ക് നഷ്ടപ്പെട്ടു, യുവതികൾക്ക് നഷ്ടപ്പെട്ടു, ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വികസനമില്ലാതെ മറ്റുള്ളവരുടെ മുകളിൽ കുറ്റങ്ങൾ ചാർത്തുക, ഇത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.